നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു എഗ് ബുർജി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ എഗ് ബുർജി തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എഗ് ബുർജി തയ്യാറാക്കാനായിട്ട് ഞാനൊരു കടായിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു. അത് ചൂടായി കഴിഞ്ഞപ്പോൾ അല്പം കടുകും ഒരു വറ്റൽ മുളകും രണ്ടായിട്ട് മുറിച്ചിട്ടു. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ഈ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനിയും രുചിക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് മല്ലിപ്പൊടി, എരിയുള്ള മുളക് പൊടി, ഒരൽപ്പം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നു. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയും ചെയ്യുക. ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടുവാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഒരൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ആ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി എല്ലാം ഒന്ന് വെന്തുടഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 മുട്ടയും പൊട്ടിച്ചൊഴിക്കുന്നു. അത്യാവശ്യം നല്ല ചൂടോടെ ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഗ് ബുർജി ഇവിടെ തയ്യാറായി കഴിയും. അപ്പോൾ എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കും ഷെയറും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.